മനുഷ്യചരിത്രം മാറാൻ പോവുകയാണ്. പ്രസവിക്കുവാൻ ഇനി പെണ്ണിന്റെ ആവശ്യമില്ല, ഒരു റോബോട്ട് മതി. എങ്ങനെയാണ് എന്നല്ലേ നമുക്ക് നോക്കാം. അതിശയം തോന്നുന്ന കാര്യം തന്നെയാണിത്. വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം. മനുഷ്യചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന സാങ്കേതിക വിദ്യ ഉടൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യ ആകാരമുള്ള റോബോട്ടിനെ ചൈനീസ് ഗവേഷകർ താമസിയാതെ പുറത്തിറക്കിയേക്കും. ഇതിന്റെ പ്രാഥമിക രൂപം 2026 തന്നെ പരിചയപ്പെടുത്തുമെന്നതാണ് സൂചന. ഗർഭധാരണം നടത്താൻ ശേഷിയുള്ള റോബോട്ട് എന്നും ഇതിന് വിവരണമുണ്ട്. സ്ത്രീകളിലെ ഗർഭപാത്രത്തിന്റെ എല്ലാ പ്രവർത്തനശേഷിയും ഉള്ളതാണത്രേ റോബോട്ടിന്റെ കൃത്രിമ ഗർഭപാത്രം. നിലവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് റോബോട്ടുകൾക്ക് ഗർഭധാരണത്തിനും പ്രസവത്തിനും വേണ്ടി വരിക ഏകദേശം 12 ലക്ഷം രൂപയായിരിക്കും. ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നവർ പറയുന്നത് കുട്ടികളില്ലാത്തവർക്ക് അത്യന്തം ആഹ്ലാദകരമാണ് ഈ വാർത്ത എന്നതാണ്. എന്നാൽ പ്രകൃതിദത്തമായ മാതൃത്വം എന്ന പ്രക്രിയ മായ്ച്ചു കളഞ്ഞാൽ മനുഷ്യരാശി വൻ ഭവിഷ്യത്തിനെ നേരിടേണ്ടി വരാമെന്ന മുന്നറിയിപ്പാണ് പുതിയ നേട്ടത്തെ ഭയപ്പാടോടെ കാണുന്നവർ നൽകുന്നത്. നിയമപരമായ ഒട്ടനവധി ചോദ്യങ്ങളും ഇത്തരം ഗർഭധാരണം ഉയർത്തിയേക്കാം. ചൈനീസ് അധികാരികൾ ഇതിനെക്കുറിച്ച് പഠിച്ച് പുതിയ നയരൂപീകരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഗ്വാൻഷോ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന കൈവ ടെക്നോളജി കമ്പനിയാണ് പുതിയ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ബെയ്ജിങ്ങിൽ നടന്ന റോബോട്ട് കോൺഫറൻസിംഗിലാണ് കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിനെ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സാങ് ക്വിഫങ് ശാസ്ത്രം അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത ഘട്ടം കൈവ ടെക്നോളജി വികസിപ്പിച്ച ഗർഭപാത്രം ഒരു റോബോട്ടിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക എന്നതായിരിക്കും. അതിനുശേഷം ശരിക്കുമുള്ള മനുഷ്യന് ഇതുമായി ഇടപെട്ട് ഗർഭധാരണം നടത്തുവാൻ സാധിക്കും. ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ വളരുവാനും സാധിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം ശാസ്ത്രജ്ഞർക്ക് അശേഷം അവിശ്വസനീയമായ കാര്യമല്ല. ഗർഭപാത്രത്തിന്റെ സവിശേഷതകൾ നേരത്തെ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട്. കൃത്രിമമായി സൃഷ്ടിച്ച ആംനിയോട്ടിക് ദ്രാവകവും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു നൽകുവാൻ പൊക്കിൾ കൊടിയുടെ പ്രവർത്തനത്തിന് വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചു പ്രവർത്തിക്കുന്ന ട്യൂബും അടങ്ങുന്ന ഉപകരണ സംവിധാനവുമാണ് ഇതിലുള്ളത്. അമേരിക്കൻ ഗവേഷകർ 2017 വളർച്ചയെത്താത്ത ആട്ടിൻകുട്ടികളെ സമാനമായ ജൈവ ബാഗുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലം ഭ്രൂണം റോബോട്ടിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ സാങ്ങും സഹഗവേഷകരും പറയുന്നത്. സ്ത്രീകളെ സമീപിച്ച് വാടക ഗർഭപാത്രം സംഘടിപ്പിക്കുന്ന നിലവിലെ രീതിയേക്കാൾ ചെലവ് കുറവായിരിക്കും റോബോട്ട് ഗർഭധാരണ സംവിധാനത്തിന്. ഏകദേശം 1 ലക്ഷം യുവാനാണ് ചെലവ് വരുവാൻ സാധ്യത. ചൈനയിൽ വന്ധ്യത വ്യാപകമാവുകയാണ്. 2007 12% താഴെയായിരുന്നു ഇത്. എന്നാൽ 2020 18%. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. റോബോട്ടിക് ഗർഭധാരണത്തെ സ്വാഗതം ചെയ്ത് ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങി. പല കുടുംബങ്ങളും കുട്ടികളുണ്ടാകുവാനായി സമ്പാദ്യം മുഴുവൻ ചിലവിടുന്നു. കൃത്രിമ ഗർഭധാരണത്തിന് പരാജയപ്പെടുന്നത് മാനസികവും സാമ്പത്തികവുമായ നിരാശയാണ് പലർക്കും സമ്മാനിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത് പ്രഗ്നൻസി റോബോട്ടുകൾ തന്നെയാണ് എന്ന് പറയുന്ന കമന്റുകളുമുണ്ട്. ഇത് സ്ത്രീകളുടെ അന്ത്യം കുറിക്കുമെന്നതാണ് കൃത്രിമ ഗർഭധാരണം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫെമിനിസ്റ്റ് ഫിലോസഫറായ ആൻഡ്രിയ ഡോർക്കിൻ പറഞ്ഞത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും റോബോട്ടിക് ഗർഭധാരണം എന്ന ആശയം പ്രചരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ളവരുണ്ട്. ഫിലാഡൽഫിയയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഗവേഷകർ 2022 ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഗർഭധാരണം സ്വാഭാവികമായി ജീവിച്ചു തീർക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനെ പതോളജി എന്ന അവസ്ഥയായി മാറ്റിക്കളയുന്നത് അപകടമാണ് ഇതിൽ പതിയിരിക്കുന്നത് എന്നതാണ്. എന്നാൽ നിലവിലുള്ള നിയമത്തെ മറികടന്ന് നീങ്ങുകയാണ് ശാസ്ത്രം. കൈവ ടെക്നോളജിയും ഗ്വാൻഷോ പ്രവിശ്യയിലെ അധികാരികളും തമ്മിൽ പുതിയ സാഹചര്യം എങ്ങനെ നേരിടണമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. എന്തു നിയന്ത്രണങ്ങളാണ് ഇത്തരം ഗർഭധാരണത്തിന് കൊണ്ടുവരേണ്ടതെന്നാണ് ചർച്ച. ഉദാഹരണത്തിന് റോബോട്ട് പ്രഗ്നൻസി വഴി കുട്ടിയുണ്ടായാൽ ആരെയാണ് അതിന്റെ രക്ഷകർത്താവ് എന്ന് വിളിക്കേണ്ടത്? അങ്ങനെ ജനിക്കുന്ന കുട്ടിക്ക് എന്തെന്ത് അവകാശങ്ങളാണ് രാജ്യം നൽകേണ്ടത്? പുതിയ സാഹചര്യത്തിൽ അണ്ടത്തിനും ബീജത്തിനും കൃത്രിമ ഗർഭപാത്രത്തിനുമൊക്കെ കരിഞ്ചന്ത ഉണ്ടാകില്ലെന്ന് കൈവ ടെക്നോളജി പോലെയുള്ള സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതേസമയം റോബോട്ട് ഗർഭധാരണത്തിൽ ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളയുവാനും കഴിയില്ലത്രേ.
ഗർഭധാരണം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഇത് ഏറെ പ്രതീക്ഷകൾ പകരുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്കും ആഹ്ലാദകരമായ വാർത്തയാണിത്. എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ ഉയർത്തുന്ന ഭീഷണികളും വ്യക്തമാണ്. കുട്ടികളുടെ ജനനം വ്യാപാര ചരക്കാകുന്നു, മനുഷ്യബന്ധങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നു, പ്രത്യുൽപാദനം മനുഷ്യരിൽ നിന്ന് യന്ത്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നത് അപ്രതീക്ഷിത പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇതൊക്കെയാണെങ്കിലും 2026 അമ്മയിൽ നിന്നല്ലാതെ യന്ത്രപരിപാലനം മാത്രമേറ്റ് ആദ്യമായി ഒരു മനുഷ്യക്കുട്ടി പിറന്നേക്കാം. ഇത് പുരോഗതി വിളംബരം ചെയ്യുന്ന നിമിഷമായിരിക്കുമോ അതോ വിനാശകരമായ പ്രതിസന്ധിയായിരിക്കുമോ നൽകുക എന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.